നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദിവസത്തെ ജീവിതം ഞാൻ വളരെ ചുരുക്കി ഇങ്ങനെ പറയാം, വളരെ ചുരുക്കിയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കറിയാം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. മാഷാ അല്ലാഹ്, എനിക്ക് ആയത്ത് ഓതേണ്ട കാര്യമല്ല, ആയത്തിൻ്റെ അർത്ഥം പറയേണ്ട കാര്യം കൂടിയില്ല, അത്രമാത്രം പ്രബുദ്ധമാണ് നിങ്ങൾ. ആയത്ത് ഞാൻ ഓതുമ്പോഴേക്കും നിങ്ങൾ അതിൻ്റെ ബാക്കി ഓതുന്നുണ്ട്, അതിന് അർത്ഥവും എന്താ അറിയാം. തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിലാണ് നമുക്ക് ഉത്തമമായ ഉസ്വത്തുള്ളത്. നമ്മളുടെ ഏറ്റവും നല്ല റോൾ മോഡൽ ആരാ സഹോദരന്മാർ? അള്ളാഹുവിൻ്റെ റസൂലായിരിക്കണം നമ്മുടെ റോൾ മോഡൽ ആകണം. അള്ളാഹു പറയുന്നത് ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നും ആഖിറത്തിന് സാക്ഷികളാകണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് അതായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക സഹോദരന്മാർ. നബിയുടെ ജീവിതം നമുക്ക് ഫജ്ർ മുതൽ ആരംഭിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നമസ്കരിക്കും, ജമാഅത്തായി ഫജ്ർ നമസ്കരിക്കും സഹാബികളുടെ കൂടെ. എന്നിട്ട് അല്പസമയം ചിലപ്പോൾ അവിടെ ഇരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസല്ലയിലിരിക്കും. പല ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളുമായി പല വിഷയങ്ങളും ചർച്ച ചെയ്യും. ചർച്ച ചെയ്യാനില്ലാത്ത ദിവസം നബി ആ മുസല്ലയിലിരുന്ന് ദിക്ർ ചെയ്തുകൊണ്ടിരിക്കും. നബിയുടെ സ്വഭാവം അതാണ്. ഷുറൂഖ് വരെ, ഷുറൂഖ് എന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ പഠിച്ചല്ലോ എന്താണെന്നുള്ളത്. ഷുറൂഖ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കണ സമയമാണ്, മനസ്സിലായി? ഉദിച്ചിങ്ങനെ ഒരു ചെറിയ വെളിച്ചമൊക്കെ വരും ആ സമയം. അപ്പോൾ അതാണ് ഷുറൂഖ് എന്ന് പറഞ്ഞത്. പറ്റുമെങ്കിൽ നമുക്ക് ഷുറൂഖ് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് അവിടുന്ന് നിസ്കരിച്ച് പോരാൻ കഴിഞ്ഞാൽ മാഷാ അല്ലാഹ്, അത് വല്ലാത്ത പുണ്യമുള്ളതാണ്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഞാനത് വിശദീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന സഹാബികളുമായി പല കാര്യങ്ങളും സംസാരിക്കും, പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ആ ഇരുത്തത്തിൽ ചർച്ച ചെയ്ത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അത്യത്ഭുതകരമാണ് ആ കാര്യങ്ങളൊക്കെ. നബിയുടെ സ്വഭാവം അതായിരുന്നു. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ നബിയുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി മക്കയിൽ പോയാൽ കാണും, ഹുജ്റകളാണ് നബിയുടെ വീട്. ഹുജ്റ പറഞ്ഞാൽ റൂമാണ്, മനസ്സിലായി? അറബി ഭാഷയിൽ റൂമിന് 2 പേരുണ്ട്, ഹുജ്റ എന്നുണ്ട്, ഉർഫ എന്നുണ്ട്. ഹുജ്റ എന്ന് പറഞ്ഞാൽ തട്ടൊന്നും ഇല്ലാത്ത ഒരു ചെറിയ റൂമിനാണ് എന്താ പറയുക, അങ്ങനത്തെ വീടിനാണ് ഹുജ്റാത്ത് എന്നുള്ള അധ്യായം ഉണ്ടല്ലോ അല്ലേ. ഉർഫ എന്ന് പറഞ്ഞാൽ വേറെയാണ്. തട്ട് നമ്മൾ താമസിക്കുന്നപ്പോൾ എന്താണ് ഉർഫ എന്ന് അവിടെ ഇരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉർഫ എന്ന് ഇരിച്ച്, അതാണ് വ്യത്യാസം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറയിൽ നിന്ന് പലരും ഭാര്യമാരൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹാ സമയം വരെ അവരോട് സംസാരിക്കും. ദുഹാ സമയം എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, സൂര്യൻ ഉദിച്ചുയർന്ന്, ദുഹ എന്ന പദം അതിൻ്റെ ഒരു നേർക്കുനേരെ ട്രാൻസ്ലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ സമയം പറഞ്ഞിരുന്നത്. സൂര്യൻ്റെ ചൂട് തട്ടിയാൽ നമുക്ക് ചൂട് വരുന്ന ഒരു സമയമാണ് എന്ത്? ദുഹ. മനസ്സിലായല്ലോ അല്ലേ ശരിക്ക്? ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നമുക്ക് ദുഹ സമയം ഏതാണെന്ന് മനസ്സിലാവും. അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഇരിക്കും. എന്തെങ്കിലും സംസാരിക്കാനോ പറയാനുണ്ടോ പറയും, കളിക്കും, ചിരിക്കും, രസിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു. പിന്നെ ദുഹ സമയമായാൽ, രണ്ടാമത്തേത് അതാണ്, ദുഹ സമയമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ നമസ്കരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ നിസ്കരിച്ചിരുന്നത് യുസല്ലി ദുഹ 4 വയസീദു മാ ഷാ അല്ലാഹ്. സാധാരണ നിസ്കരിച്ചിരുന്നത് 4 ആയിരുന്നു, ചിലപ്പോൾ അതിനേക്കാൾ വർദ്ധിപ്പിക്കും. നമുക്ക് ജീവിതത്തിൽ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ട, ഞാൻ റസൂലിൻ്റെ ജീവിതം ഇങ്ങനെ പറയാൻ കേട്ടോ, ഇത് വാജിബല്ലേ, മീൻസ് നിർബന്ധമല്ല. നിർബന്ധമായത് ഞാൻ നിർബന്ധം എന്ന് പറയും. ഫജ്ർ നമസ്കാരം എന്താണ്? നിർബന്ധമാണ്. ബാക്കി നമ്മൾ ആഗ്രഹിക്കുക, ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുക, പിൻപറ്റാൻ ആഗ്രഹിക്കുക, അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരും. അതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈലൂലത്ത് നടത്തും. ഖൈലൂലത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ ഒരു സുന്നത്തായിരുന്നു. പലപ്പോഴും നമുക്കറിയാത്ത ഒരു സുന്നത്താണ്. എന്താ വെച്ചാൽ, ഈ ദുഹ കഴിഞ്ഞൊരു സമയമുണ്ടല്ലോ, കഴിഞ്ഞ് സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരണ ഒരു സമയം, ളുഹറിൻ്റെ കുറച്ച് മുമ്പ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പസമയം ഉറങ്ങും. ഖൈലൂലത്ത് എന്ന് പറഞ്ഞാൽ ആ ഉറക്കിൻ്റെ പേരാ. ക്ലിയർ അല്ലേ? ഖൈലൂലത്ത് എന്ന് പറഞ്ഞാൽ ആ ഉറക്കിൻ്റെ സമയം. എപ്പോഴാ സമയം? ളുഹ കഴിഞ്ഞിട്ട് ളുഹറിൻ്റെ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്. 10 മുതൽ ഒരു 40 മിനിറ്റ് വരെ ഉറങ്ങിയതാണ് കാണുന്നത്. ഈ മിനിറ്റൊക്കെ ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണേ, ഞാൻ പെട്ടെന്ന് ഉണർന്ന ദിവസത്തിൻ്റെ ആവശ്യമാണ്. ഉണർന്ന ദിവസം വെള്ളിയാഴ്ച അല്ലാത്ത ദിവസമൊക്കെ കേട്ടോ. വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൈലൂലത്ത് ബഅദൽ ജുമഅയിൽ, ജുമഅയുടെ ശേഷമായിരുന്നു. ഇത് നമുക്ക് സത്യത്തിൽ പറ്റുമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒന്നാണ്. സഹാബത്തും ഇത് ചെയ്തിരുന്നു.
സഹാബത്തിൽ ചെയ്തിരുന്നു. സഹാബികളുടെ ചരിത്രത്തിലൊക്കെ അത്ഭുതകരമായ നിങ്ങളൊക്കെ കേട്ടൊരു ചരിത്രം ഉണ്ടാകും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീട്ടിൽ വന്നു. ഫാത്തിമ നബിയുടെ മകളാണല്ലോ. വീട്ടിൽ വന്നു. അപ്പോൾ അലിയെ കണ്ടില്ല. അപ്പോൾ എവിടെ അലി എന്ന് ചോദിച്ചു. നബി അവിടെ വരാൻ കാരണം സാധാരണ അവിടെ ഉണ്ടാകുന്ന സമയമാണ് ആര്? അലി മരുമകനാണല്ലോ. അലി ഉണ്ടാകുന്ന സമയമാണ്, കണ്ടില്ല. അപ്പം ഫാത്തിമയോട് ചോദിച്ചു എവിടെ അലി? അപ്പോൾ പറഞ്ഞു ഖാന ബൈനി വ ബൈനഹു ഷൈ ഫഗളബനി ഫഖറജ് ഫലം യഖിൽ. ആ വാചകത്തിനാണ് ഞാൻ ഫലം യഖിൽ എന്നുള്ള വാചകത്തിൽ. അതോ ഇന്ന് ഞങ്ങൾ തമ്മിലൊരു തർക്കം ഉണ്ടായിട്ട് മൂപ്പർ അങ്ങോട്ട് പുറത്തു പോയി. ഇന്ന് ഇവിടെ കൈലൂലത്ത് നടത്തിയിട്ടില്ല. ഫലം യഖിൽ ഖാല യഖിൽ. ഇന്ന് ഇവിടെ കൈലൂലത്ത് നടത്തി. അപ്പോൾ സാധാരണ എന്തുണ്ട്? കൈലൂലത്തുണ്ട് എന്നിട്ട് മനസ്സിലായില്ല. അത് പറയാനാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ നിങ്ങൾക്ക് അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പറഞ്ഞയച്ചു എവിടെയോ നോക്കാൻ വേണ്ടി. അയാൾ തിരിച്ചു വന്ന് പറഞ്ഞു അവിടെ ഉണ്ട്, പള്ളിയിൽ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കൈലൂലത്തിൽ എവിടെ പോയി? പള്ളിയിൽ പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയാലോ കഥ. നബി ചെന്ന് നോക്കുമ്പം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തുണിയൊക്കെ ഇങ്ങനെ മാറിയിട്ട് മണ്ണിലാണ് തുണിയുള്ളത്. അപ്പം അവിടുന്നാണ് അലി റളിയല്ലാഹു അൻഹു നബി വിളിച്ചത് ഖും യാ അബാ തുറാബ്. അങ്ങനെയാണ് അബൂ തുറാബ് എന്ന് പേരുണ്ടാർക്ക് അലിക്ക്. തുറാബ് എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണാണ്. മണ്ണിൽ വരണ്ടുകൊണ്ട് അറബികളുടെ സ്വഭാവമാണ് എന്തെങ്കിലും ഒരു സംഗതി അതിൻ്റെ കൂടെ അബൂന്ന് കൂട്ടി വിളിക്കും. അത് സ്നേഹമാണ്. നമ്മൾ കുഞ്ഞാപ്പോ കുഞ്ഞാനെന്നൊക്കെ വിളിക്കല്ലേ, കുഞ്ഞുമാനെന്നൊക്കെ വിളിക്കല്ലേ, അതേപോലത്തെ അറബികളുടെ സ്വഭാവം. ഞാനത് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കാൻ എന്താ വെച്ചാൽ ഈ കൈലൂലത്തെ സഹാബികളും എന്ത് ചെയ്തിരുന്നു? ചെയ്തിരുന്നു. നമുക്കൊക്കെ ഇവിടെ പലതരം പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പ്രശ്നമില്ലാത്തവരാ, ജോലിയുള്ളവരുണ്ട്, അതുണ്ടാവും ഒക്കെ. അല്ലാത്തവരെ കുറിച്ച് ഞാൻ പറയുന്നത് ഒഴിവ് കിട്ടുമ്പോഴെങ്കിലും കൈലൂലത്ത് ഭയങ്കര ആരോഗ്യത്തിന് ഭയങ്കരമായി ഗുണം ചെയ്യുന്ന ഒന്നാണ് കൈലൂലത്ത്. ഇബാദത്തുകൾക്ക് പ്രത്യേകിച്ചും ശരീരത്തിന് ഭയങ്കര ഉണർവ് തരും, ഉന്മേഷം തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു സുന്നത്തായിരുന്നു. പിന്നെ ളുഹ്ർ നമസ്കാരത്തിൻ്റെ സമയമായി. ളുഹ്ർ നമസ്കാരത്തിന് നബി പള്ളിയിലേക്ക് വരും, ജനങ്ങളുടെ കൂടെ നമസ്കരിക്കും. സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നബി വീട്ടിൽ വെച്ചായിരുന്നു നമസ്കരിച്ചിരുന്നത്. 4 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് എന്തിനുള്ളത്? ളുഹറിനുള്ളത്. എല്ലാവർക്കും അറിയാമല്ലോ. ളുഹറിൻ്റെ മുമ്പ് 4 റക്അത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ചായിരുന്നു നമസ്കരിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരും. എന്നിട്ട് പള്ളിയിൽ വെച്ച് ളുഹർ നമസ്കരിക്കും. ളുഹർ കഴിഞ്ഞ് നബി പിരിഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിഞ്ഞു പോയി വീട്ടിൽ വെച്ചായിരുന്നു 2 റക്അത്ത് ളുഹറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചത്. അപ്പം പള്ളി അടുത്തുള്ളവരൊക്കെ അതിന് ശ്രമിക്കും. പക്ഷേ സുന്നത്ത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആരും എന്ത് ചെയ്യരുത്? അത് മാറ്റി വെക്കരുത്. അതെല്ലാവരും ശ്രദ്ധിക്കുമാണ്. ഇതൊന്നും നിർബന്ധമുള്ള സംഗതിയല്ല. അതിൽ ളുഹർ മാത്രമാണ് എന്ത് നിർബന്ധം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ കുറച്ച് സമയം അവിടെ ഇരിക്കും. ളുഹർ കഴിഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കും. ആ സമയമായിരുന്നു നബിയുടെ ക്ലാസ്സുകളൊക്കെ. ആ സമയത്തായിരുന്നു നബിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൻ്റെ മാതിരി 1.5 മണിക്കൂറല്ല, 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഉള്ളൂ. ഞാൻ നാളെ പറഞ്ഞു എന്ന് തോന്നില്ലേ. കാരണം യതഹവ്വലു ബിൽ മൗഇള, കുറേശ്ശെ നബി കൊടുക്കുള്ളൂ, ഒന്നിച്ചു കൊടുക്കൂല. അപ്പോൾ അതാണ് എന്ത് കൂടുതൽ ഇഷ്ടം എന്ന നിലക്കാണത്. മനസ്സിലായില്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് വീട്ടിൽ പോയി സുന്നത്ത് നമസ്കരിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കും. ഭക്ഷണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണം നിങ്ങൾക്കറിയാലോ. മാസങ്ങളോളം നബിയുടെ വീട്ടിൽ തീ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ ചരിത്രം പഠിച്ചിട്ടുണ്ടാവും. ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. ഒരുപാട് കാലം അങ്ങനെയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് വിവരിക്കുമ്പോൾ സാഹിബത്ത് ചോദിക്കുന്നുണ്ട്, മാ കാന യുഈശുക്കും, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിനെ? അപ്പം അവർ പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അൽ അസ്വദാനി അത്തംറു വൽ മാ, ഈത്തപ്പഴവും വെള്ളവുമായിരുന്നു, കാരക്കയും വെള്ളവുമായിരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ നബിയുടെ അൻസാറുകളായ അയൽവാസികൾ നബിക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും. അത് വീട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. ഇതായിരുന്നു സാധാരണ നബിയുടെ ജീവിതത്തിൽ. 2 നേരമാണ് നബി ഭക്ഷണം കഴിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2 നേരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിരുന്നത്. മനസ്സിലായി? നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാനല്ല കേട്ടോ ഞാനത് പറയണത്, ആരും വിചാരിക്കരുത്. നമ്മൾ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ഇവിടുന്ന് പോയിട്ടെങ്കിലും ഇവിടെ നമ്മൾ ചിലപ്പോൾ കുറച്ചധികം ആക്ടിവിറ്റീസൊക്കെ അധികം ഉള്ളതുകൊണ്ട് കുറച്ചധികം ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. 2 ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നത്. ഒന്നാമത്തേത് അതിൻ്റെ പേരാണ് ഖദാ എന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സാധനം നബിക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് ഈ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി എന്തായിരുന്നു? ഒരു ഭക്ഷണമായിരുന്നു. അത് കഴിച്ചിരുന്നത് അധികവും ളുഹറിൻ്റെ മുമ്പായിരുന്നു. ആ സമയമാണ് ഭക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. മനസ്സിലായി? 2ാമത്തെ ഭക്ഷണം വൈകുന്നേരമായിരുന്നു. അത് നമ്മൾ ആ സമയത്തെത്തുമ്പോൾ പറയപ്പെടാന്നുള്ളത്. സാധാരണ മഗ്‌രിബിൻ്റെ ശേഷമാണ് നബി ഭക്ഷണം കഴിക്കാറുണ്ട്. 2 ഭക്ഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചിരുന്നത്. നമുക്ക് മെയിൻ കോഴ്സ് തന്നെ എത്ര ഉണ്ട്?
മൂന്നെണ്ണം ഉണ്ട്. അതിൻ്റെ പുറമെ കുറേ വേറെ കോഴ്സുകളുണ്ടല്ലോ. അതെ അതെ, അല്ല ഇതൊന്നും തെറ്റാന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, തെറ്റാന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇതൊക്കെ വേറെ ആരുടെയെങ്കിലും വല്ല സംഭവമാണെന്ന് പറയുമ്പോൾ നമ്മൾ ബേജാറാണ്ടാകും. നമ്മളതാണിത്, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അസറിൻ്റെ സമയമാണ്. അസർ നബി ലൊഹറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ചൂടുള്ള ഭയങ്കര ഉഷ്ണമുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൊഹർ പിന്തിക്കും. ഭയങ്കര ഉഷ്ണമുള്ള സമയത്ത്, മനസ്സിലായില്ലേ? പിന്നെ മഗ്രിബ് അസർ നമസ്കാരമാണ്. അസർ നമസ്കാരം സാധാരണ നബി ആദ്യത്തെ വക്തിൽ തന്നെ നിർവഹിക്കും, ആദ്യത്തെ സമയം തന്നെ നിർവഹിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അസർ കഴിഞ്ഞാൽ നബിയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, നബി ഇങ്ങനെ റൗണ്ട് ചെയ്യും, എല്ലാ വീടുകളിലും ഒന്ന് റൗണ്ട് ചെയ്യും. നബിയുടെ ഒരു സ്വഭാവമായിരുന്നു അത്. ശരിക്ക് കുടുംബത്തിനുള്ള സമയമായിരുന്നു. അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള സമയം നബിക്ക് കുടുംബത്തിൻ്റെ കൂടെയുള്ള സമയം. എല്ലാ ഭാര്യമാരുടെ അടുത്തും പോവും, അവരുടെ അടുത്ത് ഇരിക്കും, സംസാരിക്കും ഒക്കെ ചെയ്യും. നബിയുടെ ഒരു സ്ഥിരം സ്വഭാവമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മഗ്രിബായി. മഗ്രിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബിൻ്റെ സമയത്ത് നമസ്കരിക്കും, മനസ്സിലായില്ലേ? പിന്നെ അസറിന് നമ്മൾ പറഞ്ഞു, അസറിന് റവാത്തിബ് സുന്നത്ത് നമസ്കാരമില്ല അസർ. എന്നാൽ പറ്റുമെങ്കിൽ അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നു. നബി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, മൻ സല്ല അർബഅൻ ഖബ്ല അൽ അസരി റഹിമല്ലാഹു മൻ സല്ല അസ്റൻ ഖബ്ല അൽ അസരി മൻ സല്ല അർബഅൻ ഖബ്ല അൽ അസരി ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിച്ചവർക്ക് അള്ളാഹു റഹ്മത്ത് നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ചെയ്യാതിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ചെന്ന് ഇരിക്കുമ്പോഴേ ചിലപ്പോൾ സമയം ഉണ്ടാവും. അപ്പോൾ 4 റക്അത്ത് റവാത്തിബല്ല, അല്ലാത്തത് എപ്പോഴെങ്കിലുമൊക്കെ നിർവഹിക്കാം. ഈ റവാത്തിബും മറ്റൊന്നും നമ്മളൊരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്, റവാത്തിബ് സ്ഥിരമായി ചെയ്യാൻ എല്ലാവരും ശ്രമിക്കാം. ഭയങ്കര ഫളായിലുള്ളതാണല്ലോ, നിങ്ങൾക്കറിയാലോ, സ്വർഗത്തിലൊരു വീടാണ്, മനസ്സിലായി? മറ്റത് നമുക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ ചെയ്താൽ മതി. ഓക്കെ. അത് കഴിഞ്ഞ് മഗ്രിബ് നമസ്കരിക്കും. മഗ്രിബ് നമസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം സാധാരണ നബി മഗ്രിബ് നമസ്കരിച്ചിട്ടാണ് അഷ കഴിക്കാറുള്ളത്. അഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിന്നറാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിലെ ഭക്ഷണം കഴിക്കൽ മഗ്രിബിന് ശേഷമാണ്. അതൊരു ഒരു 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 ആദത്തായിരുന്നു. നോക്കൂ, അൽ അഷാഉ ഖബ്ല അൽ ഇഷ എന്നാണ് അറബി ഭാഷയുടെ നിയമം അനുസരിച്ച്. നിങ്ങൾ മദ്രസ പഠിച്ചില്ലേ, ഫത്തഹ് കസർ ദമ്മ അങ്ങനെ പഠിച്ചില്ലേ? പഠിച്ചിട്ടുണ്ടോ അല്ലേ? ആദ്യം ഫത്തഹാണോ കസറാണോ? ഫത്തഹ് അല്ലേ? ഐഷ കസർ രണ്ടാമതല്ലേ? ഐഷ എന്നുള്ളതിന് കസറാണോ ഫത്തഹാണോ? കസറല്ലേ? ആഷ എന്നതാണ് ഡിന്നറിൻ്റെ പേര്, അതിന് ഫത്തഹ. ക്ലിയർ അല്ലേ? അൽ അഷാഉ ബഅദൽ അൽ ഇഷ, അൽ അഷാഉ ബഅദൽ ഇഷ. അപ്പോൾ ക്ലിയറാണ്. അത് കഴിക്കാൻ പറ്റുമെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. വീട്ടിൽ ചെന്നിട്ടോ ഇവിടെ നമുക്കിത് നിശ്ചയിച്ച സമയത്ത് തന്നെ കഴിക്കേണ്ടി വരും. അതാണ് സംഗതി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ നമസ്കരിക്കും. പിന്നീട് ഇഷാക്ക് മുമ്പ് 2 റക്അത്ത് നമസ്കാരം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. ശരി, ഇഷാന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ പള്ളിയിരുന്ന് സഹാബികളുമായി ഡിസ്കസ് ചെയ്യും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നബി സമയം ചിലവാക്കൂല, നേരെ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ, അവിടെ ഏത് വീട്ടിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് രാത്രി താമസിക്കുന്നത്, നബിക്ക് ഓരോ ദിവസം ഓരോ വീട്ടിലായിരുന്നു, അന്ന് രാത്രി താമസിക്കുന്നത് ആ വീട്ടിൽ മറ്റുള്ള എല്ലാ ഭാര്യമാരും ഒരുമിച്ച് കൂടും. വളരെ മനോഹരമായിരുന്നു നബിയുടെ കുടുംബജീവിതം എന്ന് പറയും. ആ വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടും. എപ്പോൾ? ഇഷ കഴിഞ്ഞ് കുറച്ച് സമയം എന്നിട്ട് അവരുമായി സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് അവരെയൊക്കെ സന്തോഷിപ്പിച്ച് അങ്ങനെയാണ് അവസാനിക്കേണ്ടത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഒരു കാരണവശാലും രാത്രി ആരോടുമുള്ള വെറുപ്പോ വിദ്വേഷമോ, പ്രത്യേകിച്ച് കുടുംബത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ തിരിഞ്ഞു കിടക്കണ എത്ര ആൾക്കാരാണ് എപ്പോഴും ഉള്ളത് അല്ലേ? എത്ര ആൾക്കാരാണ് നമ്മൾ നോക്കിയെങ്കിൽ ഒരു ബെഡ്റൂമിൽ ആരും അറിയാതിരിക്കാൻ വേണ്ടി ഒരു ബെഡ്റൂമിൽ ഒരു വെറുതെ വാതിലടക്കാം, അവിടെ തിരിഞ്ഞു കിടക്കാം. ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് സംസാരിച്ച് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് സംസാരിച്ച് സന്തോഷം ഉണ്ടാക്കിയിട്ടാണ് പോകും. അതാണ് അവിടെ അത് വിവരിക്കുന്ന സ്ഥലത്ത് സാഹിബികൾ പറഞ്ഞ പദമുണ്ട്, വയസ്തഇനിസു ബിഹിന്ന. ഈനാസ് ഇസ്തീനാസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു വികാരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത ഒരു സ്നേഹത്തിലെത്തിയിട്ടേ പിരിയുള്ളൂ.
അങ്ങനെ ഇരിക്കണം. ഒരു രാത്രി പോലും, ഞങ്ങളോട് പറയണം, ഒരു രാത്രി പോലും ഇനി അങ്ങോട്ട് ഇവിടെ ഇണകളായി ഹജ്ജിന് വന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു രാത്രി പോലും ഇത് നിങ്ങളെ മക്കൾക്കും മരുകൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഒരു രാത്രി പോലും പരസ്പരം പിണങ്ങി ജീവിക്കരുത്. ഒരു രാത്രി നമുക്ക് പാടില്ല. അനുവാദമുള്ളത് അത്രയേ ഉള്ളൂ. രാത്രി അത് മാറണം. അത് മാറാതെ ആരും ബെഡ്റൂമിലേക്ക് പോകരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു. ഇബ്നു കസീർ റഹിമഹുല്ല നബിയുടെ സ്വഭാവം പറയുന്നിടത്ത് പറയുന്നുണ്ട്, പിന്നെ നബി ഉറങ്ങിയിരുന്ന രീതി പറയുന്നുണ്ട്. വക്കാന യനാമു മഅൽ മർഅത്തി മഅ നിസാഇഹി ഫി ശിആരിൻ വാഹിദ്. ഒരൊറ്റ പുതപ്പിൻ്റെ ഉള്ളിലെ നബിയും ഭാര്യയും ഉറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ 2 പുതപ്പുള്ളതൊക്കെ എടുത്ത് വലിച്ചെറിയണം. വീട്ടിൽ ഒരൊറ്റ പുതപ്പിൻ്റെ ഉള്ളിലേ ഉറങ്ങാവൂ. അത് സുന്നത്താണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെ നബി ഇങ്ങനെ കാണിച്ചു തരാം. ഓരോ സംഗതികളും ഞാൻ വളരെ ചുരുക്കി ഇങ്ങനെ പറഞ്ഞതാട്ടോ, വളരെ ചുരുക്കി പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങും. നബിയുടെ ഉറക്കത്തിൻ്റെ സമയം പറയുന്നത് രാത്രിയുടെ, നോക്കൂ എല്ലാവരും ശ്രദ്ധിക്കണേ, സാധാരണയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ അവസാനത്തെ 1/3 ഭാഗമാകുമ്പോൾ എഴുന്നേൽക്കും. അതുവരെ നബി എന്താക്കും? സാധാരണ ജീവിതമാട്ടോ. ചില ദിവസം വ്യത്യസ്തമായിട്ടുണ്ട്. ചില ദിവസം നബി ഫുള്ളായിട്ട് ഉറങ്ങാതിരുന്നിട്ടുണ്ട്, പകുതി ഉറങ്ങിയ ദിവസമുണ്ട്. പക്ഷേ നമ്മൾ നോർമലാണ് കാണേണ്ടത്. അപ്പോൾ എന്താ 1/3 എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ സമയങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമുക്ക് മഗ്രിബ് മുതലാണ് രാത്രി കൂട്ടേണ്ടത്. ഇപ്പോൾ മഗ്രിബ് ആകണ എത്ര മണിക്കാണ്? 7 മണിക്ക്. ക്ലിയർ അല്ലേ? ഫജ്ർ ആകണതോ 4 മണിക്ക്. എത്ര സമയമുണ്ട് അതിൻ്റെ ഇടയ്ക്ക്? 8, 9, 10, 11, 12, 1, 2, 3, 4 എത്ര? 9 മണിക്കൂർ. ക്ലിയർ അല്ലേ? അതിൻ്റെ 1/3 എടുക്കണ്ടേ. അപ്പോൾ തന്നെ 2/3 ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങും. 1/3 എന്ന് പറഞ്ഞാൽ എത്ര? 3 മണിക്കൂറല്ലേ? നോക്കിക്കോ. 8, 9, 10, 11, 12, 1. ക്ലിയർ അല്ലേ? ഇന്നത്തെ ഒരു കണക്കാട്ടോ ഞാൻ പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ചെയ്തിരുന്നത് അതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള കണക്കല്ല, നമ്മൾ കുറച്ചെങ്കിലും ചെയ്യണം എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഒരു ഏകദേശം 1 മണി വരെ റസൂലുള്ള ഉറങ്ങും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേൽക്കും. എന്നിട്ട് കേൾക്കണം നബിൻ്റെ സ്വഭാവം എന്താ? നബി പുറത്തേക്ക് ഇറങ്ങും. ആദ്യം നബി ചെയ്യാതാ എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്ർ, അതൊക്കെ നമ്മൾ വേറൊരു ദിവസം ഞാൻ ദിക്ർ പറയാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പറയും. എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ആകാശത്തേക്ക് നോക്കും. ആകാശത്തേക്ക് തലയുയർത്തി നോക്കും. ഭയങ്കര സംഭവമാണ് അതൊക്കെ. നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാത്തതുകൊണ്ടാണ്. എന്താ കാണാനുള്ളത്? ഭയങ്കര കാഴ്ചയിരിക്കും, ഭയങ്കര ഒരു വൈബാ. ശരിക്കും നിങ്ങൾ നോക്കേണ്ടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ആൽ ഇംറാനിലെ വചനല്ലേ, ഇന്ന ഫീ മാഷാ അല്ലാഹ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ എന്ന് തുടങ്ങുന്ന ആ വചനം ഇങ്ങനെ ഓതും. എന്നിട്ട് വീണ്ടും ആകാശത്തേക്ക് ഇങ്ങനെ നോക്കും. ശരിക്കും ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ഇങ്ങനെ തരും. ഭയങ്കര ആ സമയം ശരിക്കും നമുക്കൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടം പോലെ എന്താണ് ഇങ്ങനെ അനുഭവിക്കാൻ ഒരുപാടുണ്ട്. ഇത് വല്ലാത്ത അനുഭവം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് വന്ന് wudu എടുത്ത് നമസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്. ബിത്തു ഇൻദ ഖാലത്തി മൈമൂന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖാല അമ്മായിയായിരുന്നു, ഇളയമ്മയായിരുന്നു മൈമൂന റളിയല്ലാഹു അൻഹ. നബിയുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ഒരാളാണ് മൈമൂന. ഞാനൊരു ദിവസം മൈമൂനയുടെ വീട്ടിൽ രാത്രി താമസിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയാം, ഇതൊന്നും കേവല താമസമല്ല, നമുക്ക് ഞങ്ങൾ അവിടെ വിരുന്നിന് പോയിട്ട് നമുക്കിവിടെ പറഞ്ഞുതരാം എന്താ നബിയുടെ ജീവിതം. ഭയങ്കര സംഭവമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെയൊക്കെ ഒരുക്കി വെച്ച രീതി എത്ര രസമാണ് ഞങ്ങൾ വിചാരിച്ചു. എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പറഞ്ഞു തരാത്ത? എന്തെങ്കിലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കക്കൂസിൽ എങ്ങനെ ഇരുന്നത് നമുക്കറിയില്ലേ അല്ലേ? എത്ര നിസ്സാരങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു മോഡേൺ ഫിലോസഫിയിൽ അതൊരു വലിയ വിഷയമാണോ? പക്ഷേ നമുക്ക് വിഷയം അത്രയും നിസ്സാരമായത് പോലും പറഞ്ഞു. എന്നിട്ട് അവർ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഞാൻ മൈമൂനയുടെ അടുത്ത് രാത്രി താമസിക്കാൻ പോയി. അപ്പോൾ അന്ന് ഫതഹദ്ദസ റസൂലുള്ളാഹി മഅ അഹ്ലിഹി സഅതൻ. കുറച്ച് സമയം നബി ഇശാക്ക് ശേഷം വന്നിരുന്ന് കുടുംബത്തോടൊക്കെ ഇങ്ങനെ സൊറ പറഞ്ഞു. സുമ്മ റഖദ, എന്നിട്ട് ഉറങ്ങി. ഫലമ്മാ കാന സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ 1/3 ഖഅദ, നബി എഴുന്നേറ്റിരുന്നു. ഫനളറ ഇല സമ, കാണുന്നത് ഇങ്ങോട്ട് വിവരിച്ചു തരാം. എന്നിട്ട് നബി ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് ഫഖാല ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ. എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോയി. എന്നിട്ട് വുദു എടുത്തു. വസ്തന്ന,
എന്നിട്ട് വുളൂവിൻ്റെ 2 റക്അത്ത് നമസ്കരിച്ചു. ഫസല്ല 11 റക്അ, നബി ആകെ നമസ്കരിച്ചത് 11 റക്അത്തായിരുന്നു. സുമ്മ അദ്ദന ബിലാൽ, പിന്നെ ബിലാൽ ബാങ്ക് വിളിച്ചു. ബിലാലിൻ്റെ സ്വഭാവമുണ്ട്, ഞാൻ അപ്പം പറയണമെന്ന് വിചാരിച്ചാൽ. ബിലാൽ ഭയങ്കര ബന്ധമാണ് ബിലാൽ നബിയായിട്ട്. ബിലാലിൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോകാൻ നബിയുടെ വീടിൻ്റെ മുമ്പിലൂടെ, മനസ്സിലായില്ലേ? അപ്പം ബിലാൽ നബീൻ്റെ വീട്ടിലെത്തുമ്പോൾ അസ്സലാ അസ്സലാ എന്ന് വിളിച്ചു പറയുന്നു. മാഷാ അല്ലാഹ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളൊക്കെ വിളിക്കാതാണ് പോകലല്ലേ എല്ലാവരും. അസ്സലാ അസ്സലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വരാത്തതുകൊണ്ടല്ല, ഞാൻ ആ ഒരു സ്വഭാവം പറഞ്ഞതാണ്. അങ്ങനെ ബിലാലിൻ്റെ ബാങ്ക് കേൾക്കും. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരാണ്, ബിലാലിൻ്റെ ബാങ്ക് കേൾക്കും. ബാങ്ക് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേൽക്കും. അപ്പോൾ ഒരു സംഗതി ശ്രദ്ധിച്ചോ, രാത്രി നമസ്കാരത്തിൻ്റെയും സുബഹിയുടെയും ശേഷം, രാത്രി നമസ്കാരത്തിൻ്റെയും സുബഹിയുടെയും ഇടയിൽ ചിലപ്പോൾ നബി കുറച്ച് സമയം റെസ്റ്റ് എടുക്കാറുണ്ടായിരുന്നു. ചെറിയൊരു സമയം നബി കിടക്കാറുണ്ടായിരുന്നു. ഉറക്കം എന്ന് പറഞ്ഞുകൂടാ, കിടക്കാറുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. അങ്ങനെ ബാങ്ക് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കും. എന്നിട്ട് ഫസല്ല റക്അത്തൈൻ, അവിടെ വെച്ച്, വീട്ടിൽ വെച്ചാൽ 2 റക്അത്ത് നമസ്കരിക്കും. സുമ്മ ഖറജ ഫസല്ല സുബ്ഹ്, എന്നിട്ട് വീട്ടിൽ നിന്ന് പോയി പള്ളിയിൽ പോയി എന്ത് ചെയ്യും? സുബ്ഹി നമസ്കരിക്കും. സുബ്ഹിൻ്റെ ശേഷമുള്ള നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഇതുവരെ ആയല്ലോ, ഇപ്പോൾ റൗണ്ട് പൂർത്തിയായല്ലോ. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. ഭയങ്കര രസമല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് കേട്ടപ്പോഴെന്താ തോന്നി? ഈ രീതിയിലൊരു മാറ്റം നമുക്കുണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അത് അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കഴിവിൻ്റെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നബിയുടെ ഒരു റോട്ടീൻ ലൈഫായിരുന്നു. മനസ്സിലായില്ലേ? നമുക്ക് എന്ത് ചെയ്യുവെച്ചാൽ നമുക്കതിൽ പറ്റിയതൊക്കെ എന്താക്കാം, സ്വീകരിക്കാം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയേണ്ട എന്താ വെച്ചാൽ, ഈ മീസാൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വനദഉൽ മവാസീന ബിൽ ഖിസ്തി ഫലാ തുഖ്സിറുൽ മീസാൻ എന്ന് പറഞ്ഞൊരു മീസാനുണ്ട്. അള്ളാഹ് തൂക്കണ ഒരു തുലാസുണ്ട്. ആ തുലാസിൽ ചിലപ്പോൾ ഒരു സുന്നത്തായിരിക്കും. നമ്മൾ ശരിക്ക് ഓർക്കണം, ഒരു സുന്നത്ത് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ നിസ്സാരം എന്ന് കരുതരുതാണ്. ആ ഒരു സുന്നത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ, അതെ ഒമൻ സഖുലത്ത് മവാസീനുഹു കൂടണ്ടേ, ഫി ഈശത്തി റാദിയ, ആ ഈശത്തു റാദിയ, സ്വർഗത്തിലേക്കുള്ള സംതൃപ്തമായ ജീവിതത്തിൻ്റെ കാരണമാവുക ചിലപ്പോൾ ആ ഒരു സുന്നത്ത്. അതാരും മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.